നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു പുതിയ വർഷം ആരംഭിക്കുകയാണ്. ഇപ്പോൾ ഈ വർഷത്തിലെ ആദ്യത്തെ മാസമായ ജനുവരി മാസം ഉത്തര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമാണോ, എന്തൊക്കെ ഗുണങ്ങളുണ്ടാകും, എന്തൊക്കെ ദോഷങ്ങളുണ്ടാകും, എന്തൊക്കെ പരിഹാരങ്ങൾ ചെയ്യണം എന്നൊക്കെ വിശദമായിട്ട് നോക്കുന്ന സമയത്ത് ഉത്തര നക്ഷത്രം എന്ന് പറയുമ്പോൾ ആദ്യത്തെ 15 നാഴിക വരുന്ന ചിങ്ങക്കൂറാണല്ലോ. അപ്പോൾ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് സർവാഭിഷ്ട സ്ഥാനത്താണ് വ്യാഴം സഞ്ചരിക്കുന്നത്. അപ്പോൾ അത് കാരണം നല്ല ദൈവാധീനമുള്ളൊരു മാസമാണ്. അതേപോലെ ലഗ്നത്തിൽ ഘണ്ണകാരകനായിരിക്കുന്ന കേതുവാണ്. അപ്പോൾ പരാജയ ശിരോരുക്ക് എന്ന് പറയുന്നൊരു യോഗം ഉള്ളത് കാരണം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തലവേദന, സന്തോഷിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകുക, ഇടയ്ക്കിടയ്ക്ക് ഓരോ രോഗാവസ്ഥ ഉണ്ടാകുക, ഒരു രോഗം വരിക, കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് മാറി വേറൊരു രോഗം വരിക, ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ അഷ്ടമത്തിൽ ശനി നിൽക്കുന്നത് കാരണം കൊണ്ടും ലഗ്നത്തിൽ പാപയോഗം ഉള്ളത് കാരണം കൊണ്ടും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ പോലും 5ാം ഭാവത്തിൽ ബുധനും ചൊവ്വയും നിൽക്കുന്നുണ്ട്. അപ്പം 4ാം ഭാവാധിപതിയും ഭാഗ്യാധിപതിയുമായിരിക്കുന്ന ചൊവ്വ 5ാം ഭാവത്തിൽ നിൽക്കുന്നത് കാരണം കുറച്ചൊരു മാനസികമായിട്ട് ടെൻഷൻ വർദ്ധിക്കാനായിട്ട് സാധ്യതയുണ്ടെങ്കിലും 15ാം തീയതിക്ക് ശേഷം അത് ഇഷ്ടസ്ഥാനത്തേക്ക് ഉച്ചബലവാനായിട്ട് മാറും. അപ്പോൾ പിന്നീട് ഭാഗ്യവർദ്ധനവിന് യോഗമുണ്ട്. അതേപോലെ തന്നെ ലഗ്നാൽ 6ാം ഭാവത്തിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത്. അപ്പോൾ കർമാധിപതി 6ാം ഭാവത്തിൽ നിൽക്കുന്ന കാരണം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചെറിയ ശത്രുദോഷത്തിൻ്റെതായിരിക്കുന്ന ദുരിതത്തിനൊക്കെ യോഗമുള്ളൊരു സമയമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യണം, അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം, നന്നായിട്ട് പ്രാർത്ഥിക്കണം. ഇനി ഉത്തര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് 10ാം ഭാവത്തിൽ വ്യാഴമാണ്. 10ാം ഭാവത്തിൽ വ്യാഴവും 10ാം ഭാവാധിപതി 4ാം ഭാവത്തിൽ 10ലേക്ക് ദൃഷ്ടി ചെയ്തുമാണ് നിൽക്കുന്നത്. അപ്പോൾ തൊഴിലിൻ്റെ കാര്യത്തിലൊക്കെ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് ഈ മാസത്തിൽ യോഗമുണ്ട്. 10ൽ നിൽക്കുന്ന വ്യാഴം ദൈവാധീനം അത്ര പരിപൂർണമായിട്ട് ഗുണമെന്ന് പറഞ്ഞു ഓരോ പിന്നെ പ്രത്യേകിച്ചും കണ്ടകശനി ദോഷം കൂടിയുള്ളൊരു സമയമാണ്. എന്നാൽ പോലും 5ാം ഭാവത്തിലാണ് ഭാഗ്യാധിപതി ശുക്രൻ. മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും. ലങ്കായോഗം ചെയ്തിട്ടാണ് ശുക്രൻ 5ൽ നിൽക്കുന്ന സൂര്യനോട് യോഗം ചെയ്തിട്ട്. അത് 15ാം തീയതിക്ക് ശേഷമാണ്. 15ാം തീയതിക്ക് ശേഷം ചൊവ്വയും 5ാം ഭാവത്തിലേക്ക് വരും. ചൊവ്വയോട് ഉച്ചബലവാനായിട്ടാണ് വരുന്നത്. അതിനോടൊപ്പം തന്നെ ലഗ്നാധിപതിയും ചൊവ്വയോട് ചേർന്നിട്ട് വരും. അപ്പോൾ ഉത്സാഹം വർദ്ധിക്കും, ശൗര്യം വർദ്ധിക്കും, സാഹസ പ്രവൃത്തികളൊക്കെ ചെയ്തിട്ട് ധനം സമ്പാദിക്കാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കും. ഈ പരിശ്രമം കൊണ്ടൊക്കെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനുള്ളൊരു യോഗമുണ്ട്. എന്നാൽ ലഗ്നാൽ 6ാം ഭാവത്തിൽ രാഹുവാണ്. 6ാം ഭാവാധിപതി ബാധാസ്ഥാനത്താണ്. അപ്പം ബാധകാധിപതി കർമ്മസ്ഥാനത്തുമായതുകൊണ്ട് ശത്രുദോഷം തൊഴിലിനെയൊക്കെ ബാധിക്കാതെ ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അത് കാരണം കൊണ്ട് ശനിദോഷ പരിഹാരം അല്ലെ കണ്ടകശനിയുടെ ദോഷപരിഹാരമായിട്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് മുടങ്ങാതെ ചെയ്യണം. അനാവശ്യമായിട്ട് ചിലവ് വർദ്ധിക്കും, കാൽപാദത്തിന് വേദന ഉണ്ടാവും, അതേപോലെ തന്നെ ഗ്യാസ്ട്രിക് പോലുള്ള രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ രാഹുപൂജയും കേതുപൂജയും ചെയ്തിട്ട് മേൽപ്പറഞ്ഞ ദോഷത്തിന് പരിഹാരം വരുത്തണം. അനാവശ്യമായിട്ട് ചിലവ് വരാതെ ഇരിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ആവശ്യമില്ലാത്ത ടെൻഷനും കാര്യങ്ങളും കുറച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഈ മാസത്തിൽ അനുഭവിക്കാനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസുക്ത അർച്ചന മുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഗണപതി ഹോമം ചെയ്യുക. നന്നായിട്ട് പ്രാർത്ഥിക്കുകയും കൂടി ചെയ്താൽ ഗുണഫലങ്ങൾ ഈ മാസം കിട്ടും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.